കോമ്പറ്റിറ്റീവ് എക്സാംസ് എഴുതുന്ന ഒരുപാട് സ്റ്റുഡൻസിന് തല കറക്കുന്ന ഒരു സബ്ജക്റ്റാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. അതിലെ മീൻ മീഡിയൻ മോഡ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. അതിൽ തന്നെ വീണ്ടും കുഴപ്പിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഗ്രൂപ്പ്ഡ് ഡേറ്റയുടെ മീൻ മീഡിയൻ മോഡ് കണ്ടുപിടിക്കുക എന്നുള്ളത്. പക്ഷേ ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻസ് എല്ലാം മാറി ഇത് ഭയങ്കര എളുപ്പമാവും. അതുകൊണ്ട് നമുക്ക് കൂടുതൽ സംസാരമൊന്നും വേണ്ട, ഡയറക്റ്റ് ടു ദ ടോപ്പിക്. വെൽക്കം ടു ലേൺ വിത്ത് AIP. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ ഒരു തന്നിരിക്കുന്ന ടേബിളിൽ നിന്ന് മീൻ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ എല്ലാം ഇന്റർവെൽസ് ആയിട്ടാണ് തന്നിരിക്കുന്നില്ലേ. ഈ ഇന്റർവെൽസ് നിന്ന് എക്സിനെ നമുക്ക് എടുത്തെഴുതണം. അപ്പൊ എങ്ങനെയായിരിക്കും എടുക്കുന്നത്? ഈ 0 to 4 എന്ന് പറയുന്നത് അതിന്റെ മിഡിൽ വാല്യൂ ആയിരിക്കും എച്ച് എന്ന് പറയുന്നത്. 0 to 4 2 ആയിരിക്കും മിഡിൽ വാല്യൂ. അതേപോലെ 5 to 9 7 ആയിരിക്കും. 10 to 14 12 ആയിരിക്കും. 15 to 19 17 ആയിരിക്കും. അതേപോലെ തന്നെ 19 to 23 21 ആയിരിക്കും ഇതിന്റെ മിഡിൽ വാല്യൂസ് എന്ന് പറയുന്നത്. എച്ച് കിട്ടിയല്ലേ. ഇനി നമുക്ക് മീൻ കണ്ടുപിടിക്കുന്നതിന്റെ ഒരു ഫോർമുലയുണ്ട്. മീൻ എന്ന് പറയുന്നത് എച്ച് ബാർ ആണ്. എച്ച് ബാർ എന്ന് പറയുന്നത് സിഗ്മ എച്ച് എഫ് ഡിവൈഡഡ് ബൈ സിഗ്മ എഫ്. ഈ സിഗ്മ എന്ന് പറയുന്നത് അഡിഷൻ ആണ്, ആഡ് ചെയ്ത് പോവാന്നാണ് അർത്ഥം. എഫ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി, എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ് ആണ്. ക്ലാസ് ഇന്റർവെലിന്റെ ആ മിഡിൽ ടേം ആണ് എക്സ് എന്ന് പറയുന്നത്. ഇപ്പം ഈ നമുക്ക് എന്താണ് എച്ച് എഫ് എങ്ങനെയാ കാണുന്നത്? എച്ച് എഫ് കാണണമെങ്കിൽ എന്താണ് ഈ 10 into 2 ഇവിടെ എഴുതുക. അതേപോലെ 12 into 7 18 into 12 8 into 70 2 into 21 ഇങ്ങനെ ഇത് എഴുതുക. ഇനി സിഗ്മ എഫ് എന്ന് പറയുന്നത് എന്താ? ഫ്രീക്വൻസിയുടെ സമ്മാണ്. ഫ്രീക്വൻസിയുടെ സം എത്ര വരുന്നത്? 18 12 30 40 50 50 സിഗ്മ എഫ് എന്ന് പറയുന്നത്. അപ്പൊ സിഗ്മ എഫ് എന്ന് പറയുന്നത് 50 കിട്ടി. അപ്പൊ ഈ കിട്ടുന്നതിന്റെ എച്ച് എഫ് ഓരോ വാല്യൂസ് ഇവിടെ കിട്ടുമല്ലോ, അതിന്റെ എല്ലാം കൂടെ സമ്മാണ് സിഗ്മ എച്ച് എഫ്. അപ്പൊ ഇതെല്ലാം ഇവിടെ കിട്ടിയ വാല്യൂ, ഇവിടെ കിട്ടിയ വാല്യൂ, ഇവിടെ കിട്ടിയത്, ഇവിടെ കിട്ടിയത്, ഇവിടെ കിട്ടിയത് എല്ലാം കൂടെ ആഡ് ചെയ്യുന്നതാണ് സിഗ്മ എച്ച് എഫ് എന്ന് പറയുന്നത്. ആ വാല്യൂവിനെ ഈ 50 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് മീൻ എന്ന് പറയുന്നത്. ഇപ്പൊ തന്നെ ഇത് ഒരുപാട് ചെയ്യാനുണ്ടല്ലേ. അപ്പൊ ഇതൊക്കെ ഈ ഒരു 10 into 12 ഈ 18 into 12 മൾട്ടിപ്ലൈ ചെയ്ത് 8 into 17 മൾട്ടിപ്ലൈ ചെയ്ത് ഒരുപാട് സമയം എടുക്കും. ഇതെല്ലാം ചെയ്ത് പിന്നെ ഇതെല്ലാം കൂടെ കൂട്ടി വരുമ്പോഴത്തേക്കും തന്നെ ഈ 2-3 ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള സമയം പോകും. അപ്പൊ ഇതെങ്ങനെ പെട്ടെന്ന് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം അല്ലെ. ഇതെങ്ങനെ പെട്ടെന്ന് ചെയ്യാന്ന് വെച്ചാൽ എച്ചിന്റെ വാല്യൂ നമ്മൾ ഇവിടുന്ന് എടുത്ത് എഴുതിയല്ലോ. ഇപ്പൊ 2 7 12 17 19 ഇതിനകത്തുനിന്ന് ഞാനൊരു അസ്യൂംഡ് മീൻ അങ്ങ് എടുക്കുക, ഏതെങ്കിലും ഒരു നമ്പർ. ഇപ്പം ഞാനിവിടെ എടുത്തേക്കുന്ന 12 ആണ് എൻ്റെ അസ്യൂംഡ് മീൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം, 2 7 12 17 21 ഏതും എടുക്കാം. ഞാനിപ്പോൾ പെട്ടെന്ന് എനിക്കൊരു നമ്പർ തോന്നി 12 എടുക്കാൻ തോന്നിയത്, അപ്പോൾ ഞാൻ 12 എടുക്കുക. ഇനി ഈ 12നെ ഈ എല്ലാ നമ്പേഴ്സും ഈ 2-ൽ നിന്നും 17-ൽ നിന്നും 7-ൽ നിന്നും 17-ൽ നിന്നും 21-ൽ നിന്നും എല്ലാം സബ്ട്രാക്ട് ചെയ്യുക. അപ്പം 2-ൽ നിന്ന് 12 കുറഞ്ഞാൽ എത്ര വരുന്നത്? -10 അല്ലേ വരുന്നത്. അതേപോലെ 7-ൽ നിന്ന് 12 കുറഞ്ഞാൽ -5 ആണ് വരുന്നത്. 12-ൽ നിന്ന് 12 കുറഞ്ഞാൽ എത്ര? 0 വരും. അതേപോലെ 17-ൽ നിന്ന് 12 കുറഞ്ഞാൽ 5 വരും. അതേപോലെ തന്നെ 21-ൽ നിന്ന് 12 കുറഞ്ഞാൽ 9 വരും അല്ലേ. ഇപ്പൊ നമുക്ക് പുതിയൊരു വാല്യൂ കിട്ടിയേക്കുക. മൈനസും അതേപോലെ സീറോയും അതേപോലെ പോസിറ്റീവ് വാല്യൂസ് ഒക്കെ ചേർന്ന പുതിയൊരു എച്ച്. അപ്പൊ ഇതാണ് നമ്മളുടെ പുതിയ എച്ച് ആയിട്ട് എടുക്കണം. ഈ -10 ആയിക്കോട്ടെ, -5 0 5 9 ഇതാണ് നമ്മുടെ പുതിയ എച്ച് ആയിട്ട് എടുക്കേണ്ടത്. ഇനി ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട, ഇതങ്ങ് മറന്നേക്ക്. ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയേ വേണ്ട. ഇനി നമ്മളുടെ എച്ച് എന്ന് പറയുന്നത് ഇതാ. ഇനി ഈ നമ്പേഴ്സിനെ ഈ ഫ്രീക്വൻസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക്. -10 into 10. ഇപ്പൊ ഇവിടെ എച്ച് എഫ് എന്ന് എടുക്കാം. എച്ച് എഫ് എന്ന് പറയുന്നത് -10 into 10 -100. അതേപോലെ 12 into 5 -5 -60. 18 into 0 0. 8 into 5 40. അതേപോലെ 9 into 2 18. ഇപ്പൊ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമുള്ള വാല്യൂസ് കിട്ടിയില്ലേ. ഇനി എച്ച് എഫിന്റെ സിഗ്മ എച്ച് എഫ് എടുത്താൽ എത്ര കിട്ടുന്നത്? ഇതെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ എത്ര കിട്ടുന്നത്? -100 -60 -160. അതിൽ നിന്ന് 40 കുറച്ച് കഴിഞ്ഞാൽ -120. പിന്നെ +18 കൂട്ടിയാൽ എത്ര വരുന്നത്? -102. അപ്പൊ -102 ആണ് നമ്മളുടെ സിഗ്മ എച്ച് എഫ് എന്ന് പറയുന്നത്. ഇനി മീൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? നമ്മളൊരു അസ്യൂംഡ് മീൻ ആദ്യമേ എടുത്തു വെച്ചല്ലോ, 12 എന്ന് പറയുന്നത്. ഈ 12 അങ്ങനെ തന്നെ എഴുതുക. അതിനുശേഷം ഈ സിഗ്മ എച്ച് എഫ് എത്ര കിട്ടിയേ? -102 അല്ലേ. അപ്പൊ -102 പിന്നെ അതിനെ ഡിവൈഡഡ് ബൈ ഈ ഫ്രീക്വൻസിയുടെ സം എത്ര?
സിഗ്മ എഫ് എന്ന് പറയുന്നത് 50 ആണല്ലേ, ബൈ 50. അപ്പൊ ഇതാണ് എന്ത് എച്ച് ബാർ എന്ന് പറയുന്നത്. അപ്പം 50, 102 ഡിവൈഡ് ബൈ 50 എത്ര വരുന്നത്? അപ്പം 2.04 വരും അല്ലേ. അപ്പം 2.04 ആണ് ഈ ഇതിന്റെ വാല്യൂ വരുന്നത്. അപ്പം 12 മൈനസ് 2.04 എന്ന് പറയുന്നത് എത്ര വരും? 9.96 വരും അല്ലെ. അപ്പൊ ഇതാണെന്ത് അതിന്റെ ഈ ഒരു ഡേറ്റയുടെ മീൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് കിട്ടത്തില്ലേ? ഞാൻ ഒന്നുകൂടെ ചെയ്യാം, അപ്പൊ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ആദ്യം എന്താ ചെയ്യണ്ടേ? ഈ ഒരു എച്ച് കണ്ടുപിടിക്കുക. എച്ചിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും ഒരു വാല്യൂവിനെ ഒരു അസ്യൂംഡ് മീൻ ആയിട്ട് എടുക്കുക. ആ വാല്യൂയിൽ നിന്ന് ബാക്കി എല്ലാ മീനിനെയും സബ്ട്രാക്ട് ചെയ്യുക, ബാക്കി എല്ലാ എച്ചിന്റെ വാല്യൂസിനെ സബ്ട്രാക്ട് ചെയ്യുക. ഇപ്പൊ 2 മൈനസ് 12 മൈനസ് 10 കിട്ടി, 7 മൈനസ് 12 മൈനസ് 5 കിട്ടി. ഈ 12 നിന്ന് തന്നെ 12 കുറച്ചാൽ 0 കിട്ടും, 17 12 കുറച്ചാൽ 5 കിട്ടും, 21 നിന്ന് 12 കുറച്ചാൽ 9 കിട്ടും. ഇപ്പൊ നമുക്ക് കിട്ടിയേക്കുന്ന ഈ വാല്യൂസ് ആണ് എന്ത് പറയുന്നത്, നമ്മൾ പുതിയ എച്ച് ആയിട്ട് എടുക്കേണ്ട. ഇനി ഇതാണ് നമ്മൾ കാൽക്കുലേഷന് വേണ്ടി യൂസ് ചെയ്യേണ്ട വാല്യൂസ് എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യണം? ഇത് ഫ്രീക്വൻസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എച്ച് എഫ് എന്ന് പറയുന്നത് -100, 12 ഇൻറ്റു -5 -60, 8 ഇൻറ്റു 0 0, 8 5 40, 2 9 80. അപ്പൊ ഈ എച്ച് എഫിനെ എല്ലാം കൂടെ കൂട്ടുമ്പോൾ -102 എന്ന് കിട്ടും. അതേപോലെ നമ്മുടെ സിഗ്മ എഫ് 50 ആണ്. ഇനി എന്താ ചെയ്യേണ്ടത്? മീൻ കണ്ടുപിടിക്കാൻ എച്ച് ബാർ എന്ന് പറയുന്നത് നമ്മൾ അസ്യൂംഡ് എടുത്ത ആ ഒരു മീൻ ഉണ്ടല്ലോ, അതിനെ അങ്ങനെ എടുക്കുക, പ്ലസ് പിന്നെ ഈ ഒരു സിഗ്മ എച്ച് എഫ് കിട്ടിയത് എത്രയാണ്? -102. അതിൽ നിന്ന് എന്താണ് ഈ ഒരു ഫ്രീക്വൻസിയെ ഡിവൈഡ് ചെയ്യുക, 50നെ ഡിവൈഡ് ചെയ്യുക. അപ്പൊ എത്ര കിട്ടും? 9.96 എന്ന് കിട്ടും. ഇതാണെന്ത് മീൻ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത്. ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത മീഡിയം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഒരു ഡേറ്റ തന്നിട്ടുണ്ട്, അതിന്റെ മീഡിയം കണ്ടുപിടിക്കുക. ഫ്രീക്വൻസിയും അതേപോലെ ഇന്റർവെലും തന്നിട്ടുണ്ട്. അപ്പൊ മീഡിയം എന്ന് പറയുന്നത് എന്താണ്? മിഡിൽ ടേം എന്നാണ്. മിഡിൽ ടേം ആണ് മീഡിയം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ മീഡിയം കണ്ടുപിടിക്കാമെന്ന് നോക്കാം. അപ്പൊ അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യമേ അതിനൊരു ഫോർമുല ഉണ്ട്. അപ്പൊ മീഡിയം കണ്ടുപിടിക്കുന്നതിന്റെ ഫോർമുല എന്ന് പറയുന്നത് എൽ പ്ലസ് എച്ച് ഇൻറ്റു n/2 മൈനസ് സി എഫ് ബൈ എഫ് എന്നാണ് പറയുന്നത്. ഇപ്പൊ എന്താണ്? എൽ പ്ലസ് എച്ച് ഇൻറ്റു n/2 മൈനസ് സി എഫ് ബൈ എഫ്. എൽ എന്ന് പറയുന്നത് ലോവർ ലിമിറ്റ് ഓഫ് ക്ലാസ് ഇന്റർവെൽ ആണ്. നമ്മൾ എടുക്കുന്ന ക്ലാസ് ഇന്റർവെലിന്റെ ലോവർ ലിമിറ്റ് ആണ് എൽ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടുത്തെ ലോവർ ലിമിറ്റ് ഏതാ? ഈ ഓരോ ക്ലാസ് ഇന്റർവെലിന്റെ ലോവർ ലിമിറ്റ് ഏതാ? ഇവിടുത്തെ ലിമിറ്റ് 10 ആണ്, ഇവിടുത്തെ ലോവർ ലിമിറ്റ് 20 ആണ്, ഇവിടുത്തെ 30, ഇവിടുത്തെ 40, ഇവിടുത്തെ 56. അപ്പൊ നമ്മൾ ഏതാണോ ഇന്റർവെൽ എടുക്കുന്നത് അതിന്റെ ലോവർ ലിമിറ്റ് ആണ് എന്ത്? എൽ എന്ന് പറയുന്നത്. എച്ച് എന്ന് പറയുന്നത് ഈ ഒരു ഇന്റർവെലിന്റെ വിഡ്ത്ത്. ഇപ്പൊ ഈ 10 to 20 ഇതിന്റെ വിഡ്ത്ത് എത്ര? 20 - 10 10 അല്ലേ. അതേപോലെ 30 - 20 10 അല്ലേ. അങ്ങനെ ഓരോന്നിന്റെ വിഡ്ത്ത്, ഈ ഒരു വിഡ്ത്ത് ആണെന്ന് പറയുന്നത് എച്ച് എന്ന് പറയുന്നത്. ഇനി എൻ എന്ന് പറയുന്നത് ഈ ഫ്രീക്വൻസിയുടെ സം ഓഫ് ഫ്രീക്വൻസി ആണെന്ത്? എൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താ പറയുക? സിഗ്മ എഫ് എന്ന് വിളിക്കാം. സിഗ്മ എഫ് ആണെന്ത്? എൻ എന്ന് പറയുന്നത്. ഇനി സി എഫ് എന്ന് പറയുന്ന ടേം ആണെന്ത്? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയാം. എന്താണ്? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. എഫ് എന്ന് പറയുന്നത് സാധാ ഫ്രീക്വൻസി. അപ്പൊ ഫ്രീക്വൻസി അപ്പം എന്താണ്? സി എഫ് എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, എഫ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഫ്രീക്വൻസി. ഇനി ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ ഇവിടെ തന്നേക്കുന്നുണ്ടല്ലോ 10 to 20, 20 to 30, 30 to 40, 40 to 50, 50 to 60. ഇവിടെ 50 ആണ്, 50 to 60. അപ്പൊ നമുക്ക് അതിന്റെ ഇന്റർവെലും തന്നിട്ടുണ്ട്, ഇവിടുത്തെ ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യമേ കണ്ടുപിടിക്കേണ്ടത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി സി എഫ്. അതെങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. അത് ആദ്യമേ കണ്ടുപിടിക്കുന്ന ഫസ്റ്റ് ട്രിക്ക് എന്ന് പറയുന്നത് ആദ്യത്തെ ഫ്രീക്വൻസി ഏതാ? 15 അല്ലേ. അത് അതേപോലെ ഒന്ന് എഴുതുക, 50. ഇനി എന്ത് ചെയ്യുക? ഇതിനെ അടുത്ത ഫ്രീക്വൻസി വെച്ച് ആഡ് ചെയ്യുക. 15 + 8 എന്ന് പറയുന്നത് 23. ഇനി ഇതിനെ അടുത്ത ഫ്രീക്വൻസി വെച്ച് ആഡ് ചെയ്യുക. 23 + 7 എന്ന് പറയുന്നത് 30. ഇനി ഇവിടെ അടുത്ത ഫ്രീക്വൻസി വെച്ച് ആഡ് ചെയ്യുക. 30 + 6 36. ഇതിനെ വീണ്ടും അടുത്ത ഫ്രീക്വൻസി വെച്ച് ആഡ് ചെയ്യുക. 36 + 2 38. ഇതാണ് എന്ത്? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പൊ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമുക്ക് മനസ്സിലായല്ലോ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന്. ആദ്യത്തെ ഫ്രീക്വൻസി അതേ കണക്ക് എഴുതുക, പിന്നെ അടുത്ത സെക്കൻഡ് ഫ്രീക്വൻസി ആയിട്ട് ആദ്യത്തെ ക്യുമുലേറ്റീവിനെ കൂട്ടുക, അടുത്ത ഫ്രീക്വൻസി ആയിട്ട് കൂട്ടുക, അടുത്തത് കൂട്ടുക, അടുത്ത് കൂട്ടുക. അങ്ങനെ ലാസ്റ്റ് നമുക്ക് 38 കിട്ടി.
ഇനി നമുക്ക് ഈ സിഗ്മ എഫ് കണ്ടുപിടിക്കാൻ നമുക്കറിയാമല്ലോ, ഇതെല്ലാം കൂടി കൂട്ടിയത് 15 8 23 30 36 38. അപ്പൊ സിഗ്മ എഫ് എന്ന് പറയുന്നത് എന്താണ്? 38 ആണ്. അപ്പൊ നമ്മൾ ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എടുത്തത് ശരിയാണോ എന്ന് നോക്കുന്നത് എങ്ങനെയാണ്? ഈ ഫ്രീക്വൻസിയും ഈ സിഗ്മ എഫും അതേപോലെ നമുക്ക് ലാസ്റ്റ് കിട്ടിയ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും സെയിം ആണോ എന്ന് നോക്കിയാൽ മതി. രണ്ട് സെയിം ആണെങ്കിൽ നമ്മൾ ചെയ്തേക്കുന്ന ഒരു അഡിഷനും കാര്യങ്ങളും ഒക്കെ കറക്റ്റ് ആണെന്നാണ് അർത്ഥം. ഇനി ഇത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി ബാക്കി മീഡിയൻ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. മീഡിയന്റെ ഫോർമുല എന്താ? മീഡിയന്റെ ഫോർമുല എന്ന് പറയുന്നത് എൽ പ്ലസ് എച്ച് ഇൻറ്റു n/2 മൈനസ് സി എഫ് ബൈ എഫ് എന്നാ പറഞ്ഞത്. അപ്പൊ ഇവിടുത്തെ എൻ എത്രയാണ്? എൻ എന്ന് പറയുന്നത് സിഗ്മ എഫ് ആണ് പറഞ്ഞത്, എത്ര? 32. അപ്പൊ n/2 എന്ന് പറയുന്നത് എത്ര? 19 ആണല്ലേ. ഈ 19 എന്ന് പറയുന്നത് ഈ ഒരു ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ എവിടെ വരുന്നെന്ന് നോക്കണം. ഇപ്പൊ n/2 നമുക്ക് 19 കിട്ടി. ഈ 19 എന്ന് പറയുന്നത് ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എവിടെ വരുന്നെന്ന് നോക്കണം. ഇപ്പൊ ഫസ്റ്റ് ഇവിടെ എന്താണ്? 15 വരെ ഉള്ളത് അല്ലേ. 15ന് ശേഷം തൊട്ട് അതായത് 16 തൊട്ട് 23 വരെയുള്ള നമ്പേഴ്സ് എല്ലാം ഈ ഒരു ഏരിയയിലാണ് വരുന്നത്. അപ്പൊ നമ്മുടെ 19 എന്ന് പറയുന്നത് 16നും അതേപോലെ തന്നെ 23നും ഇടയിലുള്ള നമ്പർ അല്ലേ. അപ്പൊ 19 എവിടെയാണ്? ഈ ഒരു സ്ഥലത്താണ് വരുന്നത്. അപ്പൊ എന്താണ്? ഈ 15 തൊട്ട് 23 വരെ 8 നമ്പേഴ്സ് ഉണ്ട്. 15ന് ശേഷം തൊട്ട് 23 വരെ 16 17 18 19 20 21 22 23. അതായത് ഈ 8 നമ്പേഴ്സ് എന്ന് കൊടുത്തേക്കുന്നത്. ഈ ഫ്രീക്വൻസി എന്താ? നമ്പേഴ്സ് ആണ്. അപ്പൊ ഈ 8 നമ്പേഴ്സ് ഇവിടെ ഉണ്ട്. ഏതൊക്കെയാണ് ആ 8 നമ്പേഴ്സ്? 16 17 18 19 20 21 22 23. ഇത്രയും നമ്പേഴ്സ് ഇവിടെ ഉണ്ട്. അതേപോലെ ഇവിടെ 7 നമ്പേഴ്സ് ഉണ്ട്. ഇവിടെ ഏതാണ്? 24 തൊട്ട് 30 വരെ ഉണ്ട്. അതേപോലെ ഇവിടെ 6 നമ്പേഴ്സാണ്. ഇവിടെ 31 തൊട്ട് 36 വരെ ഉണ്ട്. ഇവിടെ 37 തൊട്ട് 38 വരെ ഉണ്ട്. 37 38 ഉണ്ട്. 2 നമ്പേഴ്സ്, കാരണം 2 അല്ലേ ഉള്ളൂ ഫ്രീക്വൻസി. അപ്പൊ അങ്ങനെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇനി എന്താണ് ചെയ്യേണ്ടത്? അപ്പം 19 എവിടെ കിടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായല്ലോ. അപ്പൊ 19 ഇരിക്കുന്നതെന്ന് പറയുന്നത് ഈ 23 വരുന്ന ആ ഒരു റേഞ്ചിലാണ് എന്ത് 19 ഇരിക്കുന്നത് എന്ന് പറയുന്നത്. ഈ n/2 ആയ 19 ഇരിക്കുന്നത്. ഇനി നമുക്ക് ഈ 23യെ ആ ഒരു റേഞ്ച് ആയിട്ട് ഒരു ഫിക്സഡ് വാല്യൂ ആയിട്ട് എടുക്കാം. ഇനി ഇതിൽ നിന്ന് നമുക്ക് L എങ്ങനെ കണ്ടുപിടിക്കും? ഈ 23 നമ്മളെടുത്ത ആ ഒരു റേഞ്ച് ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മളെടുത്ത ആ ഒരു വാല്യൂ ഉണ്ടല്ലോ, 19 ഇരിക്കുന്ന ഈ 23ന്റെ അകത്തല്ലേ. ഈ 23ൽ വരുന്ന ആ ഒരു ക്ലാസ് ഇന്റർവെലിന്റെ ഏറ്റവും ചെറിയ വാല്യൂ ആണ് L എന്ന് എടുക്കേണ്ടത്. അപ്പൊ ആ L എന്ന് പറഞ്ഞ ലോവർ ലിമിറ്റ് എത്ര? 20. ഇനി എച്ച് നമുക്കറിയാലോ, ക്ലാസ് വിഡ്ത്ത്. ഇതിന്റെ വിഡ്ത്ത് എത്ര വരുന്നത്? എല്ലാത്തിന്റെയും വിഡ്ത്ത് സെയിം അല്ലേ, 10 അല്ലേ വരുന്നത്. 40 - 30 30 - 20 20 - 10 എല്ലാം 10 അല്ലേ വരുന്നത്. 10 എച്ച് എന്ന് പറയുന്നത്. n/2 19 ആണെന്നറിയാം. ഇനി ഈ സി എഫ് എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, നമ്മളെടുത്ത ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിക്ക് മുമ്പുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. നമ്മളെടുത്ത ഫ്രീക്വൻസി ഏതാ? 23 നമ്മളെടുത്ത ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 23. അതിന് തൊട്ട് മുമ്പിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഏതാണോ അതാണ് സി എഫ് എന്ന് എടുക്കേണ്ടത്. അത് എത്ര? 15 അല്ലേ. 23ന് തൊട്ട് മുമ്പുള്ള ക്യുമുലേറ്റീവ് ഏതാ? 15 ആണ്. ഇനി എഫ് എന്ന് പറയുന്നത് നമ്മളെടുത്ത ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ ഫ്രീക്വൻസി എത്ര നോക്കുക. നമ്മളെടുത്ത ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 23 അല്ലേ. ആ 23ന്റെ ഫ്രീക്വൻസി എത്ര? 8 ആണ്. അപ്പൊ 8 എന്ത് അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ മീഡിയൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഈ ഒരു ഫോർമുലയിലോട്ട് ഇതെല്ലാം ഇട്ട് കൊടുത്താൽ മതി. 20 പ്ലസ് എച്ച് ഇൻറ്റു 10 ഇൻറ്റു n/2 എത്ര? 19 മൈനസ് സി എഫ് 15 ഡിവൈഡഡ് ബൈ അതേപോലെ എഫ് എന്ന് പറയുന്നത് 8. ഇപ്പൊ എത്ര വരും? 20 പ്ലസ് 10 40/8 5 വരും അല്ലേ. അപ്പൊ എത്ര? 25 ആണെന്ന് പറയുന്നത് ഇതിന്റെ മീഡിയൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഇത് മനസ്സിലായല്ലോ. എന്താ നമ്മൾ ആദ്യമേ ചെയ്തതെന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ഫ്രീക്വൻസി അതേപോലെ എഴുതുക, പിന്നെ താഴെ 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 വെച്ചിട്ട് ആഡ് ചെയ്ത് പോവുക. ആഡ് ചെയ്തിട്ട് പോയിട്ട് ഈ ഒരു ഫോർമുല നമ്മൾ മറന്നു പോകരുത്. ഇതാണ് മീഡിയൻ കണ്ടുപിടിക്കുന്നതിന്റെ ഫോർമുല. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അടുത്ത ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ ഫ്രീക്വൻസി എല്ലാം കൂടെ ആഡ് ചെയ്യുക. അതിനെയാണ് n എന്ന് പറയുന്നത്. അതിന്റെ n/2 എടുക്കുക. n/2 എന്ന് പറയുന്ന ഒരു വാല്യൂ കിട്ടി. ആ വാല്യൂ ഈ തന്നിരിക്കുന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ എവിടെയാണെന്ന് നോക്കുക. ഇപ്പൊ 19 എന്ന് പറയുന്ന നമ്പർ വരുന്നത് 15ന് ശേഷവും 23ന് മുമ്പ്. അപ്പൊ 15ന് ശേഷം 8 നമ്പേഴ്സ് ഇവിടെ ഉണ്ട്. അപ്പൊ 19 ഈ ഒരു ഏരിയയിലാണ് വരുന്നത്. അപ്പൊ നമ്മളുടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആയിട്ട് ഇതങ്ങ് സെറ്റ് ചെയ്യണം. 23നെ സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ സി എഫ് എന്ന് പറയുന്ന ഈ ഇക്വേഷനിൽ കാണുന്ന സി എഫ് എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിക്ക് തൊട്ട് മുമ്പിലുള്ള ഫ്രീക്വൻസിയാണ്.
തൊട്ട് മുമ്പിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നതാണ് 15 എന്ന് പറയുന്നത്. അടുത്ത ക്ലാസ് വിഡ്ത്ത് കണ്ടുപിടിക്കാൻ അറിയാലോ. ഈ വിഡ്ത്ത് എല്ലാത്തിന്റെയും ഓരോന്നിന്റെയും വിഡ്ത്ത് എത്രയാണ് അത് ഇവിടെ എഴുതുക. പിന്നെ നമ്മൾ എടുത്തേക്കുന്ന ആ ഒരു സെറ്റ് ചെയ്തേക്കുന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ ഫ്രീക്വൻസി എത്രയാണെന്ന് നോക്കുക. അതാണ് എന്ത് എഫ് എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആൻസർ ആണ് 25 എന്ന് പറയുന്നത്. അപ്പൊ 25 ആണ് എന്ത് ഇവിടുത്തെ മീഡിയം എന്ന് പറയുന്നത്. ഇപ്പൊ ഈ മീഡിയം കാണുന്നത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് മോഡ് കാണുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് മോഡ് കാണുന്നതാണ്. മോഡ് എന്ന് പറയുന്നത് എന്താണ്? മോസ്റ്റ് റിപ്പീറ്റിംഗ് ടേം ആണ്. ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്തേക്കുന്ന ടേമിനെയാണ് മോഡ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന നേരത്തെ പോലെ ഒരു ക്ലാസ് ഇന്റർവൽ ആണ് തന്നിരിക്കുന്നത് അല്ലേ. ഇപ്പൊ ഇൻ കേസ് ഈ നമ്പർ ഇല്ലായിരുന്നു ഇവിടെ 25, 35, 45, 55, 65 ഇങ്ങനെയാണ് തന്നേക്കുന്നത്. അതിന്റെ ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ അതിന്റെ മോഡ് എങ്ങനെ കണ്ടുപിടിക്കും? മോഡ് എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യുന്നത്. ഈ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന കാര്യം എന്നാണ് ഫ്രീക്വൻസി. ഇപ്പൊ ഇവിടെ 25 എന്ന് പറയുന്ന നമ്പർ 7 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 35 എന്ന് പറയുന്ന നമ്പർ 23 തവണ, 45 5 തവണ, 55 18 തവണ, 65 16 തവണയുണ്ട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തേക്കുന്നത് എത്ര? 23 തവണയാണ്. അത് ഏതാണ്? 35ആണ്. അപ്പൊ 35 എന്ത് ഇവിടുത്തെ മോഡ് എന്ന് പറയുന്നത്. കാരണം 23 തവണ 35 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതാണെന്ത് ഇപ്പൊ ഈ ഒരു നമ്പേഴ്സ് മാത്രമാണ് തന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ഇവിടെ ഒരു ഇന്റർവൽ ആയിട്ടാണ് തന്നിരിക്കുന്നത് അല്ലെ. അങ്ങനെ തരുമ്പോൾ അവിടെ മോഡ് കാണാൻ വരുന്നതിന്റെ ഫോർമുല എന്ന് പറയുന്നത്, മോഡ് എന്ന് പറയുന്നത് എൽ പ്ലസ് എച്ച് ഇൻറ്റു F0 മൈനസ് F1 ഡിവൈഡഡ് ബൈ F0 മൈനസ് F1 പ്ലസ് F0 മൈനസ് F2. ഇക്വേഷൻ കണ്ട് പേടിക്കണ്ട, ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഇതൊക്കെ നമ്മുടെ കൈ കിട്ടണമായിരുന്നു. അടിച്ച് കാലക്ക് കൈ കൊടുത്തേനെ ഇല്ലടാ. കലക്കെന്ന് പറഞ്ഞതാ. ഈ എൽ എന്ന് പറയുന്നത് എന്താണ്? നേരത്തെ മീഡിയന് പറഞ്ഞ കണക്ക് തന്നെ ലോവർ ലിമിറ്റ് ആണ് അല്ലേ. നമ്മൾ എടുക്കുന്ന ആ ഒരു വാല്യൂവിന്റെ ലോവർ ലിമിറ്റ്. ഈ F0 എന്ന് പറയുന്നത് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്ന ആ ഒരു ഫ്രീക്വൻസിയാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ F0 എന്ന് എടുക്കാൻ പോകുന്നത് ഇതിൽ ഏറ്റവും വലിയ വാല്യൂ ആണ് 23. അതാണ് എന്ത് F0 എന്ന് എടുക്കുന്നത്. F1 എന്ന് പറയുന്നത് എന്താണ്? അതിന് മുമ്പിലുള്ള വാല്യൂ. അതിന് മുമ്പിലുള്ള ഏതാണ്? F1. അതിന് പിന്നിലുള്ള ഏതാണ്? F2. ഇത്രയേ ഉള്ളൂ കാര്യം. ഇപ്പൊ F0 കിട്ടി, F1 കിട്ടി, F2 കിട്ടി. കാരണം F0ക്ക് മുന്നേ ഉള്ളതാണ് F1, F0ക്ക് ശേഷം ഉള്ളതാണ് F2. H എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുത്തെ വിഡ്ത്ത് എന്താണെന്ന് നമുക്കറിയാലോ. വിഡ്ത്ത് എന്ന് പറയുന്നത് ഈ ഒരു ക്ലാസ് ഇന്റർവെലിന്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുന്ന വാല്യൂ ആണ് എന്ത് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇവിടുത്തെ വിഡ്ത്ത് എത്ര? 10 ആണല്ലോ. ഇവിടുത്തെ വിഡ്ത്ത് 10 ആണ്. ഇനി ഒരു ഈക്വേഷനിൽ ഇട്ട് നോക്കാം. നമ്മൾ 23 അല്ലേ ഏറ്റവും വലിയ വാല്യൂ. അപ്പൊ 23 ആണ് നമ്മളുടെ F0 എന്ന് പറയുന്നത്. അപ്പം അവിടുത്തെ ഏറ്റവും ലോവർ ലിമിറ്റ് എത്ര? 35 ആണ്. അപ്പൊ മോഡിൽ ഇട്ട് നോക്കിയാൽ 35 പ്ലസ് H എത്ര? 10 ഇൻറ്റു F0 23 മൈനസ് F1 എന്ന് പറയുന്ന 7 ഡിവൈഡഡ് ബൈ 23 മൈനസ് 7 പ്ലസ് 23 മൈനസ് F2 എന്ന് പറയുന്നത് 5. ഇപ്പൊ എത്ര? 35 പ്ലസ് 10 ഇൻറ്റു 23 7 പോയാൽ 16. 16 ഡിവൈഡ് ബൈ 16 പ്ലസ് 23 5 പോയാൽ 18. ഇപ്പൊ ഇത് എത്ര വരും? ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ 35 പ്ലസ് 160 ഡിവൈഡഡ് ബൈ 34 എന്ന് വരും അല്ലേ. 160 ഡിവൈഡഡ് ബൈ 34. അപ്പൊ ഇതിനെ കട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് 2 വെച്ച് കട്ട് ചെയ്താൽ 17 8 വരും അല്ലേ. അപ്പം 35 പ്ലസ് 80/70. ഈ 80/70 എന്ന് പറയുന്നത് ഏകദേശം ഒരു 4 പോയിന്റ് സംതിങ് വരും. ഒരു 4.71 ഒക്കെ വരും. അപ്പം അതെന്താണ്? അപ്പൊ 35 പ്ലസ് 4.71 കൂടെ കൂട്ടുമ്പോൾ എത്ര വരുന്നത്? 39.71. അപ്പൊ 39.71 ആണ് എന്ത് ഇവിടുത്തെ മോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഒന്നുകൂടെ പറയാൻ ഞാൻ ആദ്യം ചെയ്തതെന്ന് പറയുന്നത് ഇതിന്റെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തേക്കുന്ന ആ ഒരു ഫ്രീക്വൻസി എടുത്തു. അതാണ് നമ്മൾ F0 എന്ന് പറയുന്നത്. അതിന് തൊട്ട് മുമ്പുള്ള ഫ്രീക്വൻസി F1 ആയിട്ട് എടുത്തു. അതിന് തൊട്ട് ശേഷമുള്ളതിനെ F2 ആയിട്ട് എടുത്തു. ഈ F0 ഫ്രീക്വൻസി ഉള്ളതിന്റെ ലോവർ ലിമിറ്റിനെ നമ്മൾ എല്ലായിട്ട് എടുത്തു. അതേപോലെ ഇതിന്റെ ക്ലാസ് വിഡ്ത്ത് H എന്ന് പറയുന്നത് 10 ആണ്. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക്
ആ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? മോഡ് എന്ന് പറയുന്നത് എൽ പ്ലസ് എച്ച് ഇൻറ്റു F0 മൈനസ് F1 ഡിവൈഡഡ് ബൈ F0 മൈനസ് F1 പ്ലസ് F0 മൈനസ് F2. ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുക, അതേപോലെ തന്നെ ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുക. അതാണ് ഇവിടെ താഴെ എഴുതിയിരിക്കുന്നത്. ഈ എൽ എന്ന് പറയുന്നത് 35 പ്ലസ് എച്ച് എന്ന് പറയുന്നത് 10 ഇൻറ്റു F0 മൈനസ് F1 എന്ന് പറയുന്നത് 23 മൈനസ് 7 എന്ന് പറയുന്നത് 16 വരും, ഡിവൈഡഡ് ബൈ 23 മൈനസ് 7 എന്ന് പറയുന്നത് 16 പ്ലസ് പിന്നെ 23 നിന്ന് 5 പോയാൽ 18. അപ്പൊ ഇത് എല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര വരുന്നത്? 39.7 എന്ന് വരും ആൻസർ. അപ്പൊ ഇതാണ് എന്ത് മോഡ് കണ്ടുപിടിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫോർമുലാസ് ഒന്നും നമ്മൾ മറക്കരുത്. മീഡിയനും മോഡും കണ്ടുപിടിക്കാൻ രണ്ട് ഫോർമുലാസ്. ഈ രണ്ട് ഫോർമുല നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. എന്താണ് മീഡിയം കണ്ടുപിടിക്കുന്ന ഫോർമുല? എന്തായിരുന്നു മീഡിയം കണ്ടുപിടിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത്? എൽ പ്ലസ് എച്ച് ഇൻറ്റു n/2 മൈനസ് സി എഫ് ഡിവൈഡഡ് ബൈ എഫ് എന്ന് പറയുന്നത്. ഇതാണ് എന്ത് മീഡിയം കണ്ടുപിടിക്കുന്നത്. ഈ മോഡ് കണ്ടുപിടിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത് എൽ പ്ലസ് എച്ച് ഇൻറ്റു F0 മൈനസ് F1 ഡിവൈഡഡ് ബൈ F0 മൈനസ് F1 പ്ലസ് F0 മൈനസ് F2. അപ്പൊ ഈ ഒരു രണ്ട് ഇക്വേഷൻ ഏതാണ്ട് ഒരേ രീതിയിലല്ലേ പോയിരിക്കുന്നത്. രണ്ടിടത്തും എൽ എച്ച് ഇൻറ്റു പിന്നെ ഇവിടെ മാത്രമേ ഒരു ചെറിയൊരു വ്യത്യാസമുള്ളൂ. ഈ n/2 മൈനസ് സി എഫ് ബൈ എഫ്, അതിന് പകരം ഇവിടെ എന്താ വന്നിരിക്കുന്നത്? ഈ ഒരു ഫ്രീക്വൻസിയുടെ ഡിഫറൻസ് എടുത്തേക്കുന്നത്. ഈ ഒരു ഏരിയയിൽ മാത്രമേ ഉള്ളൂ ഒരു ചേഞ്ച്. ബാക്കി ഈ രണ്ടും ഒരേ കണക്കാ പോയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഇക്വേഷൻസ് കറക്റ്റായിട്ട് ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ മീന് കണ്ടുപിടിക്കേണ്ട ആ ഒരു സംഭവം പെട്ടെന്ന് കണ്ടുപിടിക്കേണ്ട, നേരത്തെ ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. ആ രീതിയിൽ അതിന് പ്രത്യേകിച്ച് ഇക്വേഷൻ ഒന്നുമില്ല. മറ്റേ അല്ലെങ്കിൽ നമ്മൾ HF എന്ന് പറയുന്ന വാല്യൂസ് ഒക്കെ ഇങ്ങനെ കണ്ട് എല്ലാം കൂട്ടി വരുമ്പോഴത്തേക്ക് ഒരുപാട് സമയം എടുക്കും. അതിനേക്കാളും എന്തോ നല്ലത്, നമ്മളൊരു വാല്യൂ അസ്യൂം ചെയ്തിട്ട് അതിനകത്ത് നിന്ന് ഓരോന്ന് കുറച്ച് ആ ഒരു വാല്യൂ പുതിയ എക്സ് ആയിട്ട് എടുത്തിട്ട് അതിനെ HF വെച്ച് അതിന്റെ ഫ്രീക്വൻസി വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് കിട്ടും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും. അപ്പം അതിങ്ങനെ തുറന്നിട്ട് അതിൽ നിന്നൊരു തവി കൊണ്ട് കുറച്ച് ബീഫ് റോസ്റ്റ് എടുത്ത് പ്ലേറ്റിലേക്ക് ഇട്ട് നല്ല മുരിഞ്ഞൊരു പൊറോട്ട എടുത്ത് അതിൽ നിന്ന് ഒരു ചെറിയ പീസ് ഇങ്ങനെ കീറിയെടുത്ത് ചാറിൽ മുക്കി ഒരു ബീഫിൻ്റെ കഷ്ണം ഇങ്ങനെ പൊതിഞ്ഞെടുത്ത് നിങ്ങൾ കഴിച്ചാൽ എനിക്കിപ്പോൾ പൊറോട്ടയും ബീഫ് റോസ്റ്റും വേണം.